സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാണ്. നീ പരിശുദ്ധൻ, നീ എന്നും സുസ്ഥിരൻ. ദൈവമേ നീ മാത്രം യോഗ്യനാണ്. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ എന്നും നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ എന്നും സുസ്ഥിരൻ. ദൈവമേ നീ മാത്രം യോഗ്യനാണ്. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ നീ പരിശുദ്ധം. ശബ്ദത്തുയർത്തി നീ പരിശുദ്ധൻ, നീ എന്നും ദൈവമേ നീ മാത്രം യോഗ്യനാണ്. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ നീ പരിശുദ്ധൻ, നീ എന്നും ദൈവമേ നീ മാത്രം യോഗ്യനാണ്. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ നീ പരിശുദ്ധൻ, നീ അതരങ്ങളെ ചലിപ്പിച്ച് പാട്. ദൈവമേ കർത്താവേ, അങ്ങ് യോഗ്യനാണ്, അങ്ങ് പരിശുദ്ധനാണ്. ആരാധനയ്ക്ക് യോഗ്യന്, സ്തുതികൾക്ക് യോഗ്യന്, സ്വീകരിപ്പാൻ യോഗ്യനായവനെ നീ പരിശുദ്ധൻ. നീ നീ ദൈവമേ യോഗ്യനാണ്. ആരാധനയും സ്തുതി ഒരു നിമിഷം എഴുന്നേറ്റ് നീ പരിശുദ്ധൻ. ശബ്ദത്തുയർത്തി ആദരങ്ങളെ ചലിപ്പിച്ചു. ദൈവമേ ആരാധനയും സ്തുതി നീ പരിശുദ്ധൻ, നീ എന്നും ദൈവമേ നീ ആരാധനയും സ്തുതി ശബ്ദത്തെ ഒരിക്കൽ കൂടെ നീ പരിശുദ്ധൻ, നീ എല്ലാ തരങ്ങളും ചലിപ്പിച്ചു. ഒരിക്കൽ കൂടെ നീ പരിശുദ്ധൻ, നീ ദൈവമേ
ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പരിശുദ്ധനായവനെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. വിശുദ്ധിയിൽ ഭയങ്കരനായവനെ, മഹത്വത്തിൽ വസിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സർവസൈന്യാധിപനെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സർവത്തിൻ നായകനായവനെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സ്തുതിയുടെ മുഴക്കം ഇന്ന് ഈ ഹോളിൽ നിന്ന് ഉയരട്ടെ. എപ്പോഴും സ്തുതി സ്തോത്രം, സ്തുതി സ്തോത്രം. ആ ഒരു ശബ്ദം നിങ്ങളെ വായ്കളിൽ തുറന്ന് ഈ അന്തരീക്ഷത്തിൽ ഒന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ ആ നിലകളിലെല്ലാം സ്തുതിച്ചാട്ടെ. കർത്താവ്, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സർവശക്തനായവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സർവനാമത്തിന് മേനായ നാമമുള്ളവനെ അങ്ങേ സ്തുതിക്കുന്നു. റാഫയായവനെ അങ്ങേ സ്തുതിക്കുന്നു. ഷമ്മയായവനെ അങ്ങേ സ്തുതിക്കുന്നു. നിസിയായവൻ അങ്ങേ സ്തുതിക്കുന്നു. ഏലോഹിമായവൻ അങ്ങേ സ്തുതിക്കുന്നു. വായ്കളെ തുറന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദത്തെ കുറച്ചുകൂടെ ഒന്ന് ഉയർത്തിക്ക്. ശബ്ദത്തെ ഉയർത്തിക്ക്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ യേശുവിന്റെ നാമത്തെ ഉയർത്താൻ കഴിയുമോ ആ നിലകളിലെല്ലാം ശബ്ദത്തെ ഉയർത്തിക്ക്, ശബ്ദത്തെ ഉയർത്തിക്ക്. ഈ അന്തരീക്ഷത്തിൽ അത് മുഴങ്ങട്ടെ. യേശുവിന്റെ നാമം അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ. ശബ്ദത്തെ ഉയർത്തിക്ക്. ശബ്ദം കുറഞ്ഞു. ശബ്ദത്തെ ഉയർത്തിക്ക്. Labra satara la riantara la ba libro sheteriantara la ba rikara la riboro torolobo പിശാചിനെ അവന്റെ തന്ത്രങ്ങളെയും കാൽവരിയിൽ നമുക്കായി അവന്റെ എല്ലാ തന്ത്രങ്ങളെയും എല്ലാ ബലത്തെയും നിർവീര്യമാക്കിയ ആ കർത്താവിനെ വായ്കളെ തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. വായ്കളെ തുറന്ന് സ്തുതിച്ചാട്ടെ. രാജാതിരാജനാകെ സ്തുതി. സകലതിന്റെ മേലൊരു ജയോത്സവത്തെ തന്ന് ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തെ നമുക്കായി തന്നു. ഇന്ന് ഈ ഭൂമിയിൽ ഞങ്ങളെ നിലനിർത്തിയിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരാതിരിക്കട്ടെ. സ്തുതിയും സ്തോത്രവും അല്ലാതെ മറ്റൊരു വാക്കും നമ്മുടെ അതരങ്ങളിൽ നിന്ന് പുറത്തു വരാതിരിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മുൻപോട്ടോ പിറകോട്ടോ തിരിയുവാൻ കഴിയാതെ ആയിരിക്കാൻ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ.
സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതികർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവശക്തനാകും യേശു. ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിയിടും, എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിയിടും, എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ദേശം തുറന്നിടും, വഴിയൊരുക്കിടും, താമ്രവാതിലും താൻ തകർത്തിടും. ദേശം തുറന്നിടും, വഴിയൊരുക്കിടും, താമ്രവാതിലും താൻ തകർത്തിടും. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. വാക്കായും താഴ്വരയോ വരാക്കായിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. വാക്കായും താഴ്വരയോ വരാക്കായിടുമേ. ധൈര്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാ ആത്മാവിനാൽ. ധൈര്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാ ആത്മാവിനാൽ. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതികർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ യാഗേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവം അത്ഭുതമന്ത്രിയെ യാഗേ യുദ്ധം. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു.
രാജാതിരാജൻ കർത്താതികർത്തൻ മാത്രമർച്ചതയുള്ളവനെ വീരനാം ദൈവം അത്ഭുതമന്ത്രി യാഗേ യുദ്ധം അങ്ങേ ഉള്ളത് വീരനാം ദൈവം അത്ഭുതമന്ത്രി യാഗേ യുദ്ധം അങ്ങേ ഉള്ളത് യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈനാധിപൻ യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈനാധിപൻ യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈനാധിപൻ യേശു നല്ലവൻ ദയയുള്ളവൻ വീരനാം സൈനാധിപൻ യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈനാധിപൻ യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈനാധിപൻ സർവ്വജ്ഞൻ യേശു സർവാധികാരിയാ യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു സർവസൈന്യാധിപൻ യേശു സർവാധികാരിയ യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം വാനം ഭൂമിയേവം പാതാളമൊരുക്കും വാഴ്ത്തി വണങ്ങും നാമം വാനം ഭൂമിയേവം പാതാളമൊരുക്കും വാഴ്ത്തി വണങ്ങും നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിൽ ആയുധം വെപ്പിച്ച നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിൽ ആയുധം വെപ്പിച്ച നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം ഭൂതബാധിതർക്കും നരവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം ഭൂതബാധിതർക്കും നരവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും നാമം കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം യേശുനാമം അതിശയനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മാറ്റുക ഉന്നതന്റെ വന്യനാമം അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മാറ്റുക ഉന്നതന്റെ വന്യനാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കിൻപനാമം യേശുനാമം അതിശയ
ശുടമല വൈണം ചാരം രഗതം രഗനം രഗനം ശ്രീകോരോലോ റീമാന ശബ്ദാര ശുടമല വൈണം ചാരം രഗതം രഗതം റീമാന ചൂടാരാതാരാല റിമന ബലബല ശുടമല വൈണം ചാരം രഗതം രഗതം രഗനം റീമാന ശബ്ദാര ശുടമല വൈണം ചാരം രഗതം രഗനം റികോലോ റീബാര ധൂരാല റിമന ബലബല ശുടമല വൈണം ചാരം രഗതം റിയാന്തോരോലോ റീമനാലമന ചുടമന വൈണം ചാരം രഗതം രഗതം റികാധാര ധൂരാല റിമോരോ റോക്കോ റിയാന്തരാലമന ചുടാരാല റിയാന്തേരിയ ലാബ്രോ സെറ്റേരി റിക ലാബ്രോ സെറ്റേരിയാന്തേരിയ റിയാന്തേരിയ ലാദുരാലമന ചുടമന റിയാന്തോരോലോ മോരോ റിമനാല റിയാന്തേരിയ. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് പകലിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കും. അങ്ങയുടെ നാമം ഇവിടെ ഉള്ള കൃപയ്ക്കായി നന്ദി. ഞങ്ങൾ അങ്ങിൽ മറയുന്നു, ഞങ്ങൾ അങ്ങിൽ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളായതും ആകുന്നതും എല്ലാം അങ്ങേക്കായി തീരട്ടെ. അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരട്ടെ. പൂർണ്ണമായി അതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമജോലി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആ കരങ്ങളടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. കരങ്ങളടിച്ച് ഇപ്പോൾ നിൽക്കുമ്പോൾ ബ്രദർ പ്രശാന്ത് മുന്നോട്ട് കടന്നു വന്ന് സങ്കീർത്തനങ്ങൾ ഒരു ഭാഗം വായിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. അതിനുശേഷം സിസ്റ്റർ സൗമ്യ മുന്നോട്ട് കടന്നു വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളെ നയിക്കുന്നതായിരിക്കും. സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവിൻ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ. തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിക്കുവിൻ. തമ്പനാദത്തോടും കുഴലിനോടും കൂടി അവനെ സ്തുതിക്കുവിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കുവിൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കുവിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ആദ്യത്തെ വാചകത്തിൽ തന്നെ അതുണ്ട്. യഹോവയെ സ്തുതിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓരോ ദൈവഭക്തനും എന്തുകൊണ്ട് യഹോവയെ സ്തുതിക്കണം എന്നുള്ളതാണ് ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് നാം യഹോവയെ സ്തുതിക്കണം എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച്, ഈ ഭൂമിയെ സൃഷ്ടിച്ച്, നമ്മളെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു. ഈ ആലയത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കുവാൻ, അങ്ങയുടെ അഭിഷേകത്തിൻ്റെ കീഴിൽ നിൽക്കുവാൻ തന്ന കൃപ തന്ന ദൈവത്തിന് നമുക്ക് സ്തുതിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? ഏതെങ്കിലും വ്യക്തിക്ക് സ്തുതിക്കാനായിരിക്കും കഴിയുമോ? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നാം ഓരോ നിമിഷവും ജീവിക്കുന്നത്. നമ്മളായിരുന്ന വഴികൾ, നമ്മൾ സഞ്ചരിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിന്തിച്ച കാര്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകലുന്ന തരത്തിലുള്ളതായി പോയിട്ടില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം നമുക്ക് കിട്ടും. എങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലേ? നമ്മളെ വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ അങ്ങ് കൂട്ടിവരുത്തുന്നില്ലേ? അപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? നമ്മളായിരുന്ന പ്രതികൂലങ്ങളിൽ, നമ്മളായിരുന്ന കഷ്ടതകളിൽ
നമ്മൾ ദൈവത്തിൽ നിന്നും പലപ്പോഴും അകന്നുവെങ്കിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിൽ നിന്ന് അകന്നെങ്കിലും കർത്താവ് അവൻ്റെ സ്നേഹത്തിൽ നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലോ എന്ന്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പോയാലും കർത്താവിൻ്റെ വലിയ സ്നേഹം, സാരമില്ല, കുഴപ്പമില്ല, പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം ആർക്കാണ് ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ കഴിയുക? ഒരു വ്യക്തിക്ക് നമ്മളെ സ്നേഹിക്കാൻ ഇങ്ങനെ കഴിയില്ല. അപ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ആ വചനത്തിൽ പറയുന്നു, എന്തുകൊണ്ട് നാം ദൈവത്തിനെ സ്തുതിക്കണം? കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിലാണ് നമ്മൾ അവളെ കർത്താവിൻ്റെ സ്തുതിക്കണം. എന്താണ് നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം? നമ്മുടെ വിശുദ്ധി. കർത്താവ് വിശുദ്ധനാണ്. നമ്മുടെ വിശുദ്ധിയിലാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത്. വിശുദ്ധിയിലും വേർപാടിലുമായിരിക്കണം നമ്മൾ ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കുന്നത്. ആകാശവിധാനത്തിലാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്. അതായത് ഈ പ്രപഞ്ചത്തിൽ എവിടെയായിരുന്നാലും കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത് ഓരോ ജീവജാലത്തിൻ്റെയും ഉത്തരവാദിത്തമുള്ളത്. അവസാനം പറയുന്നുണ്ട്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. കാരണം എന്താണ്? മനുഷ്യൻ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള ഏത് ജീവനുള്ള വ്യക്തിയും വസ്തുവും കർത്താവിനെ സ്തുതിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും, മനുഷ്യർ മാത്രമാണോ കർത്താവിനെ സ്തുതിക്കുന്നത്? അല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മൃഗങ്ങൾ പലപ്പോഴും കാട്ടിലൊക്കെ ഉള്ള മൃഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വെള്ളം കുടിച്ചിട്ട് അതിങ്ങനെ വെള്ളം കുടിക്കും, കുടിച്ചിട്ട് ഒരു അരുവിയിലെടുത്ത് നിന്ന് വെള്ളം കുടിച്ചിട്ട് അതിങ്ങനെ മേലോട്ട് നോക്കുന്നത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിനറിയാം ഒരു ദൈവമുണ്ടെന്നും ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തിയാണ് എനിക്ക് വെള്ളം തന്നതെന്നും എൻ്റെ ജീവനെ പരിപാലിക്കുന്നതിന് അറിയാം. അപ്പം ജീവനുള്ള എല്ലാ ജീവജാലങ്ങളും യഹോവയെ സ്തുതിക്കേണ്ടതിൻ്റെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. യഹോവയെ സ്തുതിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അദ്ദേഹം വീരനാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ വീര്യപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ് വീര്യപ്രവൃത്തികൾ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഒരു വാക്കിനാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച വീരൻ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മെ അത്ഭുതകരമായി നടത്തുന്ന വീരൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത് ആ വീരൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ നമുക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ എങ്ങനെ സ്തുതിക്കണം കർത്താവിനെ? അടുത്ത സെൻറ്റൻസ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ മഹിമാധിക്യത്തിനൊക്കെ നമ്മൾ സ്തുതിക്കണം. നമ്മളൊരാളെ പുകഴ്ത്തുന്നു. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരാളെ പുകഴ്ത്തുന്നു. നമ്മൾ പഞ്ചായത്തിലായിരിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ഒരു വേദിയിൽ ഒരു പഞ്ചായത്തിൻ്റെ മെമ്പറുണ്ട്, ഒരു MLA ഉണ്ട്, ഒരു MP ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്, ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഒരു ഗവർണറുണ്ട്, ഒരു രാഷ്ട്രപതിയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന പുകഴ്ച ഒരേപോലെ ആയിരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഗവർണർക്ക് ഇതിനേക്കാളും പുകഴ്ചയായിരിക്കും ആർക്ക്? രാഷ്ട്രപതിക്ക്. ഏറ്റവും കൂടുതൽ പുകഴ്ച രാഷ്ട്രപതിക്ക് എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ മഹിമയ്ക്ക് ഒത്തവണ്ണം നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണമല്ല നമ്മൾ കർത്താവിനെ സ്തുതിക്കേണ്ടത്. കർത്താവിൻ്റെ മഹിമയ്ക്ക് ഒത്തവണ്ണം നമ്മൾ സ്തുതിക്കണം. അതെങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള വചനങ്ങൾ എന്താ പറയുന്നുണ്ട്? തപ്പിനോടും, അതായത് എന്താ പറയുക, കൈയടിച്ച് സ്തുതിക്കാം, നൃത്തത്തോടും സ്തുതിക്കാം. ചിലവരും ചോദിക്കും, കൈയടിച്ച് നമ്മളെല്ലാവരും സ്തുതിക്കും, നൃത്തത്തോടെ സ്തുതിക്കും. ചിലവർ നൃത്തത്തോടെ സ്തുതിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അങ്ങനെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ നൃത്തം ചെയ്യാമോ? തീർച്ചയായിട്ടും നമുക്ക് നൃത്തം ചെയ്യാം. ദാവീദ് രാജാവ് നൃത്തം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. സർവ്വശക്തിയോടും കൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയൊക്കെ സ്തുതിക്കും? കാഹളനാദത്തോടെ സ്തുതിക്കാം. കാഹളനാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ അറിയാമായിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ ഒരിതാണ് കാഹളനാദം. നമ്മുടെ ദൈവം ജയാളിയാണ്. അപ്പോൾ ജയാളിയായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ കാഹളനാദത്തോടെ സ്തുതിക്കണം ദൈവത്തെ. കാരണം കർത്താവ് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് നമ്മളൊരു കർത്താവ് നമ്മുടെ ഇതിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിത്യം നടത്തുന്ന ഒരു കർത്താവുണ്ട്. അപ്പോൾ നമ്മൾ കാഹളനാദത്തോടെ ദൈവത്തെ സ്തുതിക്കാം. കിന്നരത്തോടും വീണയോടും കൂടെ സ്തുതിക്കാം. സംഗീതത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കാം. കാരണം എന്താണ്? ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഓരോ ദിവസവും ഉണരുമ്പോൾ അന്ന് ദിവസം കർത്താവ് നടത്തിയ വിധങ്ങളെ, ആ ഉറക്കത്തിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ഉറക്കം തന്നു, നല്ലൊരു നല്ല ഒരു ഉണർവ് തന്നു, ഉറക്കത്തിൽ നല്ല സുരക്ഷിതമായി കർത്താവ് കാത്തു. ഇന്നേ ദിവസം ഒരു പുതിയ ദിവസത്തെ കാണുവാനായിട്ട് കർത്താവ് നടത്തി. അതുപോലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അന്നത്തെ ദിവസം കർത്താവ് ചെയ്ത നന്മകളെ നമുക്ക് ഓർത്ത് നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നത്തെ ദിവസം കർത്താവ് നടത്തിയ വിധങ്ങൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാനായിട്ട് കഴിയും. ആലോചിച്ച് കർത്താവിനെ സ്തുതിച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് ചെയ്യുമെന്നുള്ളത് ഒരുപാട് പേർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്ത്
തെളിയിച്ച ഒരു അനുഭവമാണ്. അങ്ങനെ ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവിന് എന്താ പറയുക, ഓരോ നിമിഷവും അവൻ ചെയ്ത നന്മകളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു അപ്പ. സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ. അപ്പം ഇന്നത്തെ പ്രാർത്ഥന കർത്താവേ ഏറ്റെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തുതിക്കുന്നു അപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പ ഇന്നത്തെ രാവിലെ മുതൽ ഇത്രയും നേരം കർത്താവിൻ്റെ ദൈവത്തെ സാന്നിധ്യം വെളിപ്പെടുന്ന ഓർത്ത് സ്തുതിക്കുന്നു അപ്പ. സ്തോത്രം ചെയ്യുന്ന ദൈവമേ, നിൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ് ഇന്നത്തെ ആരാധന കർത്താവ് ഏറ്റെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തുതിക്കുന്നു അപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തുതിക്കുന്നു അപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പ രോഗത്തിൽ കഴിയുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥന കർത്താവേ, അവർക്ക് സമ്പൂർണ്ണ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. ഞങ്ങൾ അഭിഷേകത്തിനെ ഓർത്ത് പ്രാർത്ഥന കർത്താവേ. അപ്പ ഒരു സമ്പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. അപ്പ ദൈവമേ, അപ്പ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവേ. ആ ശരീരത്തിലെ ക്ഷീണം പ്രയാസങ്ങളെല്ലാം കർത്താവ് മാറ്റണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തുതിക്കുന്ന അപ്പ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആൽബി ഓർത്ത് പ്രാർത്ഥന കർത്താവേ. ആശുപത്രിയിൽ കിടക്കുന്ന കർത്താവേ, മകനെ കർത്താവേ ദൈവമേ, അപ്പ മകന് കർത്താവ് ഒരു സമ്പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥന കർത്താവ്. ഇതുപോലെ രോഗത്താലെ കർത്താവേ വീടുകളിൽ കഴിയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥന. അപ്പൻ്റെ അത്ഭുത കാര്യം അവിടെ ചലിക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തുതിക്കുന്ന അപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് വചനം പറയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ദൈവത്തിൻ്റെ നാവ് ശക്തമായിട്ട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവേ. ഓരോ ഉള്ളങ്ങളെയും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തുതിക്കുന്ന അപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഓരോ മക്കളും വന്നതുപോലെ തിരിച്ചു പോകാതെ കർത്താവ് ദൈവത്തിൻ്റെ ഫലമായി കർത്താവ് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥന. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തുതിക്കുന്ന അപ്പ. ഏറ്റവും അനുഗ്രഹമായ ഒരു മീറ്റിംഗായി കർത്താവ് എടുത്ത് മാറ്റണമെന്ന് പ്രാർത്ഥന കർത്താവ്. ഞങ്ങൾ അഭിഷേകത്തിനെ ശൈത്യമായിട്ടെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. അപ്പ ദൈവത്തിൻ്റെ മക്കാരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്ന കർത്താവ്. 28, 29, 30 കർത്താവ് മീറ്റിങ്ങിന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ പങ്കെടുത്ത പേര് തന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥന. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവ്. ഏറ്റവും അനുഗ്രഹമായ മീറ്റിംഗെ കർത്താവ് ശക്തമായിട്ടെടുത്ത് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ മഹത്വത നിറയ്ക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. ഏറ്റവും അനുഗ്രഹ ഒരു മീറ്റിംഗായി കർത്താവ് മാറ്റിനപ്പ. പേര് കൊടുത്ത മക്കൾ കർത്താവെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവെ. ഞങ്ങൾ അഭിഷേകത്തിനെ 3 ദിവസം ശക്തമായിട്ടെടുത്ത് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. വർഷിപ്പും കർത്താവെ നല്ല ചന്തോചിതമായി കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. അപ്പം ഏറ്റവും അനുഗ്രഹമായ ഒരു മീറ്റിംഗെ കർത്താവ് മാറ്റണമെന്ന് പ്രാർത്ഥന. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥന. അപ്പൻ്റെ അത്ഭുത കലം ചരിക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. സ്തുതിക്കുന്നപ്പ. സ്തോത്രം കർത്താവെ. ഇന്നത്തെ മീറ്റിങ്ങിനെ കർത്താവെ നിൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ. വന്ന ഓരോ മക്കളെയും കർത്താവ് ശക്തമായിട്ടെടുത്ത് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. അപ്പൻ്റെ മഹത്വത നിറയ്ക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. അപ്പം ഞങ്ങളെ ദേശത്ത് കർത്താവെ, അപ്പം ഓരോ ദേശം കർത്താവെ ഞങ്ങളെ സഭയെ വിളിച്ചെടുത്ത് കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ആവശ്യത്തിന് കർത്താവ് അതുപോലെ ശക്തമായിട്ടെടുത്ത് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. അവർ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കർത്താവ് വളർത്തണമെന്ന് പ്രാർത്ഥന കർത്താവ്. അനേകം മക്കൾക്ക് ഇടിവിൽ നിൽക്കുമ്പോൾ കർത്താവ് ശക്തിയായി ബലം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥന. അപ്പൻ്റെ മക്കത്വത നിറയ്ക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ. സ്തുതിക്കുന്നപ്പ. സ്തോത്രം കർത്താവ്. നിൻ്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കണമേ. ആമേൻ. 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെ. 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെ. അപ്പോസ്തലനായ പൗലോസ് തിരുവചനത്തിനകത്ത് അങ്ങനെ എഴുതിയതാണ്. അതായത് ഒരു സഭ, തെസ്സലോനിയ സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ്. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണം? വെളിച്ചത്തിൻ്റെ മക്കളായതുകൊണ്ട് സുബോധമായിരിക്കണം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറയണം, എന്ത് ചെയ്യണം? സുബോധമായിരിക്കണം. സുബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധത്തോടെ ഇരിക്കണം. യഥാർത്ഥ ബോധമില്ലാത്ത ഒരാളെ പറയണം പെട്ടെന്ന്. വെള്ളമടിക്കുന്നവൻ ബോധം ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം വെള്ളമടിക്കാതെ ബോധമില്ലാതെ നടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. വെള്ളമടിക്കുന്നവനെ നമുക്ക് ഉപദേശിച്ച് റെഡിയാക്കാം. വെള്ളമടിക്കുന്നവരെ പറഞ്ഞ് തിരുത്താം. നിങ്ങളീ പറയുന്നത് ശരിയല്ല, നിങ്ങൾ ഈ മദ്യപാനത്തിൻ്റെ ലഹരിയിൽ അല്ലെങ്കിൽ അസ്വബോധത്തോടെ നിങ്ങളിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഇഷ്ടം പറയുന്നത് ഈ സുബോധത്തോടെ ഇരിക്കുന്നവരുടെ മെൻ്റലി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴവർ തിരുന്തമായിരിക്കാം. പക്ഷെ ബോധത്തോടെ ഇരുന്ന് മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റുകൾ പറയുക, കുറ്റങ്ങൾ പറയുക, മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുക, അപ്പനെ അമ്മയെ അനുസരിക്കാതിരിക്കുക,
അപ്പനെ അമ്മയോടും കയർത്ത് സംസാരിക്കുക. ഇതൊക്കെ സുബോധം എന്ന് പറയാൻ പറ്റൂല, ബോധത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പം ബോധത്തോടെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ബോധത്തോടെ ഇരുന്ന് തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് തിരുത്തുവാൻ പറ്റില്ല. ബോധത്തോടെ ഇരുന്നിട്ട് ഭർത്താവിനെക്കുറിച്ച് തെറ്റ് പറയുകയാണ്, ഭാര്യയെക്കുറിച്ച് തെറ്റ് പറയുകയാണ്, മക്കളെക്കുറിച്ച് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പനെക്കുറിച്ച് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പനും അമ്മയും പറയുന്നത് അനുസരിക്കാതിരിക്കുകയാണ്, പാസ്റ്റർ പറയുന്നത് അനുസരിക്കാതിരിക്കുകയാണ്, പാസ്റ്ററിനെ കൊണ്ട് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദേശത്തെക്കുറിച്ച് തെറ്റ് പറയാണ്, സഹായിക്കുന്നവരോട് തെറ്റ് പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് സുബോധം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള വ്യക്തികളായി നിങ്ങൾ എന്ത് ചെയ്യരുത്? തീരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുബോധമുള്ളവരായിരിക്കണം, എപ്പോഴും ബോധ മനസ്സുള്ളവരായിരിക്കണം. എന്താണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ബോധം? എപ്പോഴും നമ്മെ കർത്താവ് വിളിച്ചുവെന്നും വേർതിരിച്ചുവെന്നും തൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്നും തൻ്റെ രക്തത്തിൻ്റെ വിലയാകുന്നു നമ്മളെന്നും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ക്രിസ്തുവിൽ വേണ്ടി ജീവിക്കണമെന്നും നമ്മുടെ കർത്താവ് വീണ്ടും സഭയാകുന്ന എന്നെ വീണ്ടെടുക്കുവാനായി തൻ്റെ പ്രധാന ദൂതൻ്റെ കാഹള ശബ്ദത്തോടെ മടങ്ങി വരുമെന്നും ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ കർത്താവിനോടൊപ്പം പറന്നുയർന്ന് എനിക്ക് വച്ചിരിക്കുന്ന പ്രശംസാ കിരീടമാണെങ്കിലും ജീവകിരീടമായാലും എന്തു കിരീടമാണ് എനിക്ക് വച്ചിരിക്കുന്ന ആ കിരീടം വാങ്ങണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ യുഗായുഗാന്തരം കർത്താവിനോടൊപ്പം വാസം ചെയ്യണമെന്നും നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അതാണ് ഒരു കർത്താവിൻ്റെ മകന് അല്ലെങ്കിൽ ദൈവമകന് അല്ലെങ്കിൽ മകൾക്കുള്ള ആഗ്രഹം. അതിന് സുബോധം വേണം. എന്ത് വേണം? സുബോധം വേണം. നമ്മുടെ കരം നീട്ടി അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഹിതമില്ലാത്ത എന്തെങ്കിലും ചെയ്യുവാൻ പോകുമ്പോൾ നാം ഹൃദയം കൊണ്ട് അതിനെ വിലക്കണം. കാരണം നമ്മൾ എന്താണ്? ബോധത്തോടെ ഇരിക്കുന്നവരാണ്. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ഈ ബോധം ഒരു ദിവസം ഹവ്വ ആൻറ്റിക്ക് പോയി. ഹവ്വയ്ക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു? തൻ്റെ ബോധം പോയപ്പോൾ, സുബോധം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം തന്നെ ആക്കി വെച്ചിരുന്ന പൊസിഷൻ താൻ മറന്നു. ഹല്ലേലൂയ. സുബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊസിഷൻ മറക്കും. ആ പൊസിഷൻ മറന്നപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ ശത്രുവാകുന്ന പിശാചിൽ നിന്ന് ദൈവം പറഞ്ഞതിനേക്കാളും വലിയ വാക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവൾ അംഗീകരിച്ച് അവൾ എന്ത് ചെയ്തു? അംഗീകരിച്ച് അവൾ പ്രവർത്തിച്ചു. ഈ പ്രവൃത്തിയാണ് പിന്നീടുള്ള മനുഷ്യകുലം മൊത്തവും ദൈവഹിതമല്ലാത്ത ജീവിതം നയിക്കേണ്ടി വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സുബോധമുണ്ടെങ്കിൽ ദൈവം എന്താണോ നിങ്ങളോട് പറഞ്ഞത് അതുപ്രകാരം നിങ്ങൾ ജീവിക്കും. ആ സുബോധത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ സുബോധത്തോടെ നിങ്ങൾ നടക്കണം. എന്നാൽ സഹോദരന്മാരെ, അതിൻ്റെ 4-ാം വാക്യം പറയുന്നു, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുള്ളവരും അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് രാത്രിയിൽ കള്ളനെ പോലെ വരുമെന്നാണ് ഇതിനകത്ത് മുകളിലോട്ട് വായിക്കുന്നത്. പക്ഷെ ആ രാത്രി കള്ളനെ പോലെ നമ്മളെ പിടിക്കുവാൻ നമ്മളാരല്ല? കള്ളന്മാരല്ല, വെളിച്ചത്തിൻ്റെ മക്കളാണ്. വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷിക്കുന്നവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധത്തുമായി ഇരിക്കുക. ഹല്ലേലൂയ. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരാസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങുന്നവരായിട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവചനത്തിനകത്ത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള കഴിഞ്ഞ് ക്രൂശ് മരണത്തിന് മുന്നേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് താൻ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുന്നുണ്ട്. അവരോട് ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് കർത്താവ് പ്രാർത്ഥിക്കുവാൻ പറയുന്നു. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞതിന് ശേഷം കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ ചെന്ന് പിതാവായ ദൈവത്തോട് തൻ്റെ ഈ പാനപാത്രം മാറ്റുവാൻ കഴിയുമോ എന്ന് യാചിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്തിനകത്ത് അല്ലെങ്കിൽ ആ സിറ്റുവേഷനകത്ത് തനിക്ക് പ്രാർത്ഥനാ സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തികളെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ പത്രോസൊക്കെ എന്ത് ചെയ്തു? തൻ്റെ കണ്ണിൽ വന്ന കടും തൂക്കത്തോടെ ഉറങ്ങുന്നത് കണ്ടു.
ഉറങ്ങുന്ന കണ്ടപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട്? പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഉണർന്നിരിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനാ സമയത്തിരുന്ന് ഉറങ്ങുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദൈവം കൊടുക്കേണ്ട വാഗ്ദത്തങ്ങൾ പ്രാപിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന ഒരു വലിയ ഘട്ടത്തിൽ തൻ്റെ ഗുരുവിനെ കൂടെ കൈത്താങ്ങി സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഉറങ്ങുമ്പോൾ കർത്താവ് പറയുന്നു, പരീക്ഷയിൽ എന്ത് ചെയ്യും? അകപ്പെട്ടു പോകും. ഇതിനകത്ത് പറയുന്നു, സുബോധമല്ലാതിരുന്നാൽ എന്ത് ചെയ്യും? ഇരുട്ടിൻ്റെ മക്കളായി മാറും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൽ വെളിച്ചത്തിൻ്റെ മക്കളാകുവാൻ, അല്ലെങ്കിൽ സഭയാകുവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? വീണ്ടും ജനിച്ചത്. ഇതിനകത്തിരിക്കുന്ന നമുക്കെല്ലാം 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലേ? നിങ്ങളുടെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞിടുമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നോക്കി എഴുതി വെക്കണം. എൻ്റേത് 2/5/1981 ഒരപ്പൻ്റെ അമ്മയുടെയും, അതല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു 2 വ്യക്തിയുടെ ഇഷ്ടമോ സ്നേഹമോ കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനനം എൻ്റെ ജീവിതത്തിനകത്ത് നടന്നു. അത് 2/5/1981. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സുബോധം വന്ന സമയത്ത് ഇനി എനിക്ക് ഈ ലോകം വേണ്ടെന്നും, ലോകത്തിൻ്റെ മോഹം വേണ്ടെന്നും, ലോകപരമായി എനിക്ക് ജീവിക്കേണ്ടെന്നും, എനിക്ക് എൻ്റെ യേശുവാണ് വലുതെന്നും മനസ്സിലാക്കിയപ്പോൾ ഞാൻ വീണ്ടും ജനിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് എന്നെ ഞാൻ അങ്ങ് കൊന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വീണ്ടും ജനിച്ചു. 3/3/2013 വീണ്ടും ജനിച്ചു. ഈ 3/3/2013 ജനിച്ച ഞാനാണ് നിത്യരാജ്യത്തിലെത്തുകയുള്ളൂ. ഹല്ലേലൂയ. 2/5/1981 ജനിച്ച എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിത്യരാജ്യത്തിൽ പോകുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്തും അങ്ങനെ ഒരു വീണ്ടും ജനനം ഉണ്ടായിരിക്കണം. ആ വീണ്ടും ജനനത്തിൽ നിങ്ങൾ ജനിച്ചതുപോലെ തന്നെ ശിശുക്കളായി, കർത്താവ് പറയുന്നത് പോലെ നല്ല പാലാകുന്ന വചനം പഠിച്ച്, വചനം വായിച്ച്, ഗ്രഹിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അടുത്ത ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അവർ വചനത്തിൽ ആഴമേറിയ മർമ്മങ്ങളെ കർത്താവ് കൊടുക്കുന്ന വ്യക്തികളായി തീരും. കാരണമെന്ന് പറഞ്ഞാൽ അവരോട് ഇതുവരെ ആരൊക്കെ വചനം സംസാരിച്ചിട്ടുണ്ടോ അതിനേക്കാളും വലുത് ഈ നാളുകൾ പലരും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ നാളുകളിലൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ദേവദാസന്മാരൊക്കെ കാണുമ്പോൾ സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഈ വചനം എത്ര പ്രാവശ്യം ഞാൻ വായിച്ചതാണ്, ഇതിങ്ങനെയും വ്യാഖ്യാനിക്കുവാൻ കഴിയുമോ? അതിനേക്കാളൊക്കെ വലിയ വ്യാഖ്യാനികൾ ഈ ദേശങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സഭകളിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ വചനത്തിൻ്റെ മർമ്മം എത്ര നമ്മൾ വിസ്തരിച്ച് പഠിപ്പിച്ചാലും ആ മർമ്മങ്ങൾ മാറുകയില്ല. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം പഠിക്കണം. ഹല്ലേലൂയ. വചനത്തെ, കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങളുടെ വാക്കുകളായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വാക്കുകളായി ഗ്രഹിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ, നിങ്ങൾ പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി തീരുവാൻ വചനമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ആത്മാവിൻ്റെ വാൾ നിങ്ങളുടെ കരങ്ങളിൽ എപ്പോഴും എടുക്കണം. വെളിച്ചത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എപ്പോഴും വചനമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. വചനമാകുന്ന ക്രിസ്തുവിനോടൊപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ സഞ്ചരിക്കണം. ഹല്ലേലൂയ. അതേപോലെ നമ്മെ അങ്ങനെ മാറ്റിയ പിതാവിനെ അതേപോലെ തന്നെ 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. കാരണം നിങ്ങളെ കർത്താവ് എവിടെ നിന്നാണ് വിളിച്ചത്? അന്ധകാരത്തിൽ നിന്ന് വിളിച്ചതാണ്. ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന്, പൈശാചിക സാന്നിധ്യങ്ങളുടെ അന്ധകാരത്തിൽ നിന്ന്, ഒറ്റപ്പെടലിൻ്റെ അന്ധകാരത്തിൽ നിന്ന്, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും കർത്താവ് വിളിച്ച് അത്ഭുത പ്രകാശമാകുന്ന ക്രിസ്തുവിനോടൊപ്പം നിർത്തിയിരിക്കുന്നതാണ്. പിതാവ് അങ്ങനെ വിളിച്ച നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് നീ പറ, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറ. ഹല്ലേലൂയ. എന്തെങ്കിലും പേടിയുണ്ടോ നിനക്ക് ദൈവത്തിൻ്റെ സ്വന്തം ആളായിട്ട് പറയാൻ? ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ വേറെ ആരെയും ഭയപ്പെടണോ? ഭയപ്പെടണ്ട. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നു അങ്ങനെ. നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ.
എല്ലാ കാര്യത്തിലും കരുണ ലഭിച്ചവരാണ് നമ്മൾ. വെളിച്ചത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും കരുണ ലഭിച്ചവരാണ്. അതേപോലെ നമ്മെ അങ്ങനെ മാറ്റിയ പിതാവിന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം പറയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. എന്തു ചെയ്യണം? ആ പിതാവിന് എപ്പോഴും സന്തോഷത്തോടെ നമ്മൾ എന്തു ചെയ്യണം? സ്തോത്രം ചെയ്യണം. എന്തിനു വേണ്ടിയാണ് സ്തോത്രം ചെയ്യുന്നത്? നമ്മൾ ഇരുട്ടിൽ കിടന്നവരാണ്. ആ ഇരുട്ടിൽ നിന്ന് നമ്മെ എന്ത് ചെയ്തു? വെളിച്ചമാകുന്ന സ്വന്തം പുത്രൻ അനുരൂപനാക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ ഹിതം തോന്നിയ പിതാവിന് എപ്പോഴും സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ അധരയാഗമെന്ന് പറയുന്ന സ്തോത്രം കർത്താവ് ഏറ്റവും ആഗ്രഹിക്കുന്നുണ്ട്. പിതാവ് ഏറ്റവും ആഗ്രഹിക്കുന്നതാണ്. ആ സ്തോത്രം എപ്പോഴും നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നു, അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നമ്മൾ അന്ധകാരത്തിൽ കിടന്നപ്പോൾ നമ്മളും എന്തായിരുന്നു? ഇരുളായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്താണ്? കർത്താവിൽ വെളിച്ചമാണ്. നമ്മൾ കർത്താവിൽ വെളിച്ചമാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഭവനത്തെ നമ്മളിലൂടെ പ്രകാശിപ്പിക്കണം. നമ്മുടെ ഗ്രാമത്തെ അല്ലെങ്കിൽ നമ്മുടെ പട്ടണത്തെ നമ്മളിലൂടെ കർത്താവ് എന്ത് ചെയ്യണം? നമ്മൾ പ്രകാശിപ്പിക്കണം. ഇരുളാവുമ്പോൾ നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റുമോ മറ്റുള്ളവരെ? ഇല്ല. അതേസമയം വെളിച്ചമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരു മെഴുകുതിരിയാണെന്ന് വിചാരിക്കുക. ഒരു ഇരുട്ട് റൂമിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്തു ചെയ്യും? അത് നിങ്ങളുടെ സ്വഭാവം. അണയുമെന്നു. അതല്ലേ വെളിച്ചമാകുന്ന കത്തിച്ചുകൊണ്ട് പോകുന്ന മെഴുകുതിരി ഒരു എന്താ പറയുക, ഇരുട്ട് റൂമിലേക്ക് കൊണ്ടുപോകാനെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പ്രകാശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വെളിച്ചമാകുന്നവരാണെങ്കിൽ, നമ്മൾ മെഴുകുതിരിക്ക് തുല്യമാണെങ്കിൽ അല്ലെങ്കിൽ പ്രകാശമാണെങ്കിൽ, നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരു ഇരുട്ട് പിടിച്ച ഒരു വ്യക്തിയുടെ അടുക്കലേക്കാണ് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വ്യക്തി പ്രകാശിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മേൽ കിടക്കുന്ന വെളിച്ചം ആ വ്യക്തിയുടെ ഇരുളിനെ പൂർണ്ണമായി മാറ്റുന്നതായി മാറണം. ഹല്ലേലൂയ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിലിരിക്കുന്ന വെളിച്ചത്തെ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് തിരുവചനത്തിനകത്ത് പഠിപ്പിക്കുന്നത് നമ്മുടെ മേൽ കിടക്കുന്ന കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനാണ് തന്നത്. എന്തിനാണ്? പൊതുപ്രയോജനത്തിന്. കർത്താവിൻ്റെ ഫലം തന്നത് നമ്മുടെ ആവശ്യത്തിനാണ്. ഫലം നമ്മളിൽ നിന്ന് കായ്ക്കണം. കൃപാവരങ്ങൾ 9 കൃപാവരങ്ങളും പൊതുപ്രയോജനത്തിനാണ്. എനിക്കങ്ങനെ ഒരു പ്രയോജനമുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ വിവേകത്തിൻ്റെ വചനമോ രോഗശാന്തി കൃപാവരമോ എന്തെങ്കിലും എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അത് പൊതുപ്രയോജനം, മറ്റൊരാളിൻ്റെ പ്രയോജനത്തിന് പോലെ വെളിച്ചമാകുന്ന ഞാൻ അല്ലെങ്കിൽ ഇരുട്ടിൽ കിടന്ന എന്നെ കർത്താവ് വെളിച്ചമാക്കി മാറ്റി. ഈ വെളിച്ചമാകുന്ന എന്നെ ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, ഞാൻ എൻ്റെ ഗ്രാമത്തിനകത്ത്, എൻ്റെ പട്ടണത്തിനകത്ത്, എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ സഭയുടെ അകത്ത് നിൽക്കുന്ന മറ്റൊരാളെയും കൂടെ വെളിച്ചമാക്കി തീർക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മേൽ കിടക്കുന്ന വെളിച്ചം എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്ത് തുടങ്ങും, വ്യാപരിച്ച് തുടങ്ങും. അങ്ങനെ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടപ്പിൻ. നമുക്ക് ഇരുളിൽ നടന്നതുപോലെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുവാനോ, ഇഷ്ടമുള്ളതെല്ലാം വാങ്ങുവാനോ, ഇഷ്ടമുള്ള എല്ലാ വസ്ത്രമിടാനോ, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകുവാനോ, ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനോ, ഇഷ്ടമുള്ള സംസാരത്തിൽ ഇടപെടുവാനോ ഒന്നും കഴിയുകയില്ല. വെളിച്ചത്തിൽ ജീവിക്കുന്നവൻ എന്ത് ചെയ്യണം? അവന് സുബോധം വേണം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. എന്തൊക്കെയാണ് വെളിച്ചത്തിൻ്റെ ഫലം? സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. നമ്മളെ ഉള്ളിൽ നിന്ന് ഇരുള് വരെയാണെങ്കിലും, ഇരുള് നമ്മളെ കീഴടക്കുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവയെ ശാസിച്ച് വെളിച്ചത്തിൽ തന്നെ വീണ്ടും നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാലേ വെളിച്ചത്തിൻ്റെ മക്കളായി നമുക്ക് നടക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യണം?
കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യണം. അത് 1 തെസ്സലോനിക്ക ലേഖനം നമ്മൾ ആദ്യം വായിച്ചതാണ്. ആ തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിനകത്ത് തന്നെ അതിൻ്റെ 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത്രയും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിൻ്റെ 9 മുതൽ താഴോട്ട്, 5-ന്റെ 9 മുതൽ താഴോട്ട്, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അവനോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകന്ന് സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അതിനിന്നയായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. അടുത്ത് വരാൻ പോകുന്ന പുതിയ തലമുറ ഇത്രയും കാര്യത്തിൽ ക്ലിയർ ആയിരിക്കും. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇതിങ്ങനെ പഠിപ്പിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു തലമുറ അല്ലെങ്കിൽ പല സഭകളിലും പഠിപ്പിക്കുന്നത് വസ്ത്രം മാത്രമാണ്, അല്ലെങ്കിൽ ആഭരണം മാത്രമാണ്. ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണമെന്ന് പറയുന്നേക്കാളും അവരൊക്കെ നോക്കുന്നത് എന്താണ്? ആഭരണം മാറ്റിയിട്ടുണ്ടോ, വസ്ത്രം മാറ്റിയിട്ടുണ്ടോ, വെള്ളയാണോ ഇടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷേ സഭ എന്ന് പറയുന്ന കർത്താവിൻ്റെ വിശുദ്ധ ശരീരം എന്ന് പറയുന്ന നമ്മുടെ ഈ മൺകൂടാരം പക്ക എത്രത്തോളം 100% വിശുദ്ധിയിലിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യൂട്യൂബ് ചാനലുകളൊക്കെ നിങ്ങൾ തുറന്നു നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു ദൈവദാസൻ നല്ലൊരു പാട്ട് പാടിയാൽ അല്ലെങ്കിൽ നല്ലൊരു വചനമിട്ടാൽ എന്തെങ്കിലും ഒരു വർഷിപ്പ് നടന്നാൽ ഉടനെ അതിൻ്റെ താഴെ വന്ന് ജാതികളല്ല, ലോകക്കാരല്ല, സ്വന്തമായി വിശുദ്ധന്മാരെന്ന് വിചാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഫൈറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് ഇവരുദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഇനി അടുത്ത് വരാൻ പോകുന്ന തലമുറ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന തലമുറയായിരിക്കും. ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിനകത്ത് ഇതിനു മുന്നേ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്ന കേട്ടോ, എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് തിരുവനന്തപുരം ജില്ല ഇതിനു മുന്നേ യേശുവിന് വേണ്ടി ആവുമായിരുന്നു. ഹല്ലേലൂയ. ഒരാൾ ഉയർന്നു വരുമ്പോൾ തന്നെക്കാളും വളരുമെന്ന് തോന്നുമ്പോൾ തന്നെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിൽ നടത്തുന്ന പ്രവണതകൾ ഓരോ കാലഘട്ടത്തിൽ ദൈവം കൊണ്ടുവന്ന ദൈവദാസന്മാരെ നശിപ്പിക്കുന്ന, പണ്ട് യഹൂദന്മാരായിരുന്നു, ഇന്ന് ദൈവജനമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? യഹൂദന്മാരെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ജനമാണ്. അതിനകത്തുള്ള വ്യക്തികൾ തന്നെയാണ് പ്രശ്നക്കാർ. നമ്മൾ വിചാരിക്കും സാത്താൻ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുമെന്ന്. അവർക്ക് അറിഞ്ഞുകൂടാതെ ചെയ്യുന്നതാണ്. പക്ഷേ യഹൂദന്മാർക്ക് യഥാർത്ഥത്തിൽ യഹോവയായ ദൈവത്തെ അറിയാം, ന്യായപ്രമാണം അറിയാം, യെശയ്യാവ് പ്രവചിച്ചത് 2000 വർഷത്തിനകത്ത് സംഭവിക്കുമെന്ന് അറിയാം. അവരാണ് യേശുവിനെ പിടിച്ചെന്ത് ചെയ്തത്? ക്രൂശിച്ചത്. അവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ തകർത്തെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ പ്രാർത്ഥനാ സപ്പോർട്ട് കൊടുക്കണം. ഹല്ലേലൂയ. ചെയ്യുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം സമ്മതിച്ചു കൊടുക്കരുത്. പക്ഷെ തെറ്റെന്ന് തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവരെ പഠിപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. നമ്മളെ കൊണ്ട് കഴിയാത്ത, എനിക്ക് നിൽക്കാൻ പറ്റാത്ത പ്ലാറ്റ്ഫോമിൽ അവർ കയറുമ്പോൾ അവരെ തകർക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്തൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഇനി അടുത്തൊരു പുതിയ തലമുറ
എഴുന്നേൽക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറയുന്നത് പോലെ കർത്താവ് കൊണ്ടുവന്ന തലമുറയാണ്. ഒരിക്കലും തകരില്ല എന്ന് ശത്രുവിൻ്റെ മുന്നേ പോലും വെല്ലുവിളിച്ച തലമുറയാണ്. മരുന്ന് കുടിക്കാതെ മരിച്ചാലും എൻ്റെ യേശു സൗഖ്യം നൽകുമെന്ന് വിചാരിച്ച് ജീവിച്ച തലമുറ, അപ്പന്മാരും അമ്മച്ചിമാരും ഉണ്ടായിരുന്ന തലമുറയാണ്. അവരുടെ തീഷ്ണമേറിയ മക്കൾ ഇന്നും പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ആ തലമുറ നശിപ്പിച്ചപ്പോൾ കർത്താവ് വീണ്ടും ചിന്തിക്കുന്നു, പുതിയൊരു തലമുറ എനിക്ക് വേണം. ആ തലമുറ നിനക്ക് നിൽക്കണം കഴിയുമെങ്കിൽ, ആ തലമുറ നിനക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയുമെങ്കിൽ ലോകം പറയുന്നത് നീ ശ്രദ്ധിക്കരുത്. നിന്നെ ലോകം പറയുന്നതോ ദേശം പറയുന്നതോ ചിന്തിക്കാതെ നീ കർത്താവ് എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു തലമുറയായി തീരണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു തലമുറ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കും. ഇതൊന്ന് പെട്ടെന്ന് ഞാൻ ഇതിനകത്തുള്ള കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് അങ്ങനെയുള്ള തലമുറകൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ 9-ാം വാക്യം മുതൽ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം എന്ത് ചെയ്യണം? അതിൻ്റെ 11-ാം വാക്യം പറയുന്നു, ആകയാൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കണം. ഹല്ലേലൂയ. ഒരാൾ തളർന്നു പോകാൻ വലിയ ചാൻസ് ഒന്നും വേണ്ട. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി തളർന്നു പോകാൻ എന്ത് ചെയ്യരുത്? വലിയ സമയമൊന്നും വേണ്ട. ഞാനിപ്പം നേരത്തെ പറഞ്ഞ അവർ തളർന്നു പോകാൻ ഒരു നിമിഷം മതിയായിരുന്നു. പക്ഷെ അവർ ആ സഭ, ആ ദൈവദാസൻ അഭിഷിക്തൻ കൊണ്ട് നടക്കുകയും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ആ വർഷിപ്പിലൊക്കെ കയറ്റി വിട്ടത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇന്നും കർത്താവിൽ ജീവിക്കുന്നത്. അതുപോലെ പ്രബോധിപ്പിക്കണം, സഹായിക്കണം. അതിൻ്റെ 12 പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ ദൈവത്തിൽ നടത്തുന്ന ദൈവദാസൻ, അവരുടെ കുടുംബം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊരു പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. ഹല്ലേലൂയ. അവരെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും കൂടെ കൂട്ടണം. പ്രാർത്ഥനാ സമയത്ത് അവരെയും കൂടെ കൂട്ടണം. നിങ്ങൾക്ക് കിട്ടുന്ന നന്മകളിൽ അവരെ കൂട്ടണം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കാര്യാദികളിലും എന്ത് ചെയ്യണം? നിങ്ങളെ നടത്തുന്നവരെ കൂടി ഓർമ്മിപ്പിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസൻ അധ്വാനിക്കുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കില്ല, തൻ്റെ മകനോ മകൾക്കോ വേണ്ടിയായിരിക്കില്ല. ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കും? സഭയ്ക്ക് വേണ്ടിയായിരിക്കും, സഭയുടെ മക്കൾക്കായിരിക്കും. അപ്പം സഭയുടെ മക്കൾ തന്നെ എന്ത് ചെയ്യണം? തന്നെയും തൻ്റെ കുടുംബത്തെയും കരുതണം. അതുപോലെ 14-ാം വാക്യം പറയുന്നു, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം? നീ നടക്കുന്നത് ശരിയല്ല എന്ന് പറയണം. ഹല്ലേലൂയ. അപ്പോൾ അവരെന്ത് പറയും? നീ പറഞ്ഞതല്ലേ അനുസരിക്കാമെന്ന് പറയും. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയോട് പറയുമ്പോൾ എന്ത് പറയുമെന്നറിയാം? എനിക്കറിയാം. പിന്നെ ഒരു 10 പേരോട് സഭയിനകത്തുള്ള, ഇപ്പോൾ ദൈവദാസനാണ്, ഇതിനകത്തിരിക്കുന്ന ഒരു സഹോദരിയോടോ സഹോദരനോടോ നിങ്ങളിങ്ങനെ നടക്കരുത്, നിങ്ങളുടെ സ്വഭാവം മാറ്റണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവദാസനെക്കുറിച്ച്, ദൈവദാസൻ്റെ ഭാര്യയെക്കുറിച്ച്, മകനെക്കുറിച്ച് ഒരു 10 പേരോടെ പറയും. ഈ 10 പേരും ദൈവദാസൻ്റെ കൂടെ പറയൂല. ദൈവദാസനെ കാണുമ്പോൾ ഇവൻ ഭയങ്കര പ്രസംഗം എങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ അല്ല, ഹല്ലേലൂയ എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കരുത്. ക്രമം കെട്ടവരോട് എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. ദേഷ്യപ്പെടേണ്ടതാണെങ്കിൽ ദേഷ്യപ്പെടുക തന്നെ ചെയ്യണം. കാര്യം പറഞ്ഞ് തന്നെ മനസ്സിലാക്കണം. ചിലപ്പോൾ അവർ സഭ വിട്ട് പോകുമായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടായ്മ വിട്ട് പോകുമായിരിക്കാം. ചിലപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ റെഡിയായി വരുമായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ബുദ്ധി ഉപദേശിച്ചിരിക്കണം. ഉൾക്കരുത്തിൽ ഇല്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. അതായത് ബലഹീനരായിരിക്കുന്ന, മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്നവരെയൊക്കെ ബലപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ഒരു സുപ്രഭാതം കൊണ്ട് നന്നായില്ല എങ്കിലും പതുക്കെ പതുക്കെ പറഞ്ഞെങ്കിലും നന്നാക്കാൻ പറ്റുന്നവരെ എന്ത് ചെയ്യണം? പതുക്കെ 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 പറഞ്ഞ് നന്നാക്കണം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പൻ നോക്കുവിൻ. അതായത് ആരെങ്കിലും നിങ്ങളോട് ഒരു പകരം കാണിച്ചു, പ്രതികാരം കാണിച്ചു, തിരിച്ച് അതേപോലെ പ്രതികാരം കാണിക്കുവാൻ നിങ്ങൾ നിൽക്കരുത്.
തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേ ഇരിപ്പിൻ. എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിക്കണം. അതായത് ദുഃഖം വന്നാലും സങ്കടം വന്നാലും പ്രയാസം വന്നാലും എന്ത് ചെയ്യണം? ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ സങ്കടം വന്നാലും പ്രയാസം വന്നാലും ഇടപെടാതെ എന്ത് ചെയ്യണം? സന്തോഷം വന്നാലും ഇടപെടാതെ പ്രാർത്ഥിക്കണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അതായത് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായി, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി, എപ്പോഴും സന്തോഷിക്കുന്നവരായി, എപ്പോഴും പ്രബോധിപ്പിക്കുന്നവരായി, എപ്പോഴും പാട്ടുകളാലും സങ്കീർത്തനങ്ങളാലും ഉള്ളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നവരായി നമ്മൾ മാറണം. 19 പറയുന്നു, ആത്മാവിനെ കെടുക്കരുത്. നിങ്ങളുടെ മേൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ്. എപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു? നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചതിന് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. ആ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കെടുത്തരുത്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ പറയുന്ന ഒരു വാക്കായിട്ട് അതിനെ എടുത്ത് പെരുപ്പിച്ച് മറ്റുള്ളവർക്ക് കർണരസമാകുന്ന രീതിയിൽ സംസാരിക്കുകയോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വളച്ചൊടിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്കറിയാവുന്നത് അറിഞ്ഞുകൂടാത്ത ദൈവദാസന്മാരെക്കുറിച്ച് പറയുമ്പോൾ കേട്ടുകൊണ്ട് നിൽക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്കിത് കേൾക്കേണ്ട സഹോദര സഹോദരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവുക. പ്രവചനം തുച്ഛീകരിക്കരുത്. നിൻ്റെ മേൽ കർത്താവ് പറഞ്ഞ പ്രവചനങ്ങൾ, അത് ദൈവദാസനിലൂടെ ആയാലും മറ്റെന്ത് ശബ്ദത്തിലൂടെ ആയാലും ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. പ്രവചനമെന്ന് പറഞ്ഞാൽ നിനക്കന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാര്യമായിരിക്കാം, പക്ഷെ അത് ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ഒരു മനുഷ്യൻ നിൻ്റെ മേൽ പറയുമ്പോൾ അതിനെ സ്വീകരിക്കുക. അതിനെ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. എല്ലാം എന്ത് ചെയ്യണം? കിട്ടുന്ന എല്ലാം ശോധന ചെയ്യണം. അത് പ്രവചനമായാലും എന്ത് തന്നെയായാലും ശോധന ചെയ്യണം. നല്ലതെന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ എടുക്കണം. സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അന്യനിന്ദയായി വെളിപ്പെടുത്തുവാണ് കാക്കുമാറാകട്ടെ. സകലവിധ ദോഷവും എന്ത് ചെയ്യണം? നിങ്ങൾ വിട്ടുമാറണം. നിങ്ങളെ കർത്താവിൻ്റെ കരത്തിൽ പൂർണ്ണമായി മേൽപ്പിക്കണം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വെളിച്ചമാക്കുവാനും നിങ്ങളെ നിത്യതയിലാക്കുവാനും ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കാം.